2020 ബി.ജെ.പി. ബന്ധം അംഗീകരിക്കാതെ ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ടു. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, ജിമ്മി മാവേലി, രഞ്ജു പുളിഞ്ചോട് 2020 നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 ബി.ജെ.പി. ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. 2020 NDAയിലേക്കുള്ള പ്രഖ്യാപനത്തോടെ വലിയ രീതിയിൽ ഒരു ആശയക്കുഴപ്പം കിഴക്കമ്പലത്തുള്ള 2020 പ്രവർത്തകർക്കെല്ലാം തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും രാജ്യപ്രഖ്യാപനത്തിലേക്ക് അടക്കം പ്രവർത്തകരായിട്ട് അതിൽ ഉണ്ടായിരുന്നവർ പലരും തന്നെ 2020 വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേർന്നു. ചിലർ CPMലേക്ക് മാറുന്നു, മറ്റു ചിലർ കോൺഗ്രസിലേക്ക് കൂടി മാറുന്നു. ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായി ഓരോരുത്തരും പ്രവർത്തകരും സജീവമാകുകയാണ്. ഏതായാലും വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, അതോടൊപ്പം തന്നെ ജിൻ മാവേലി തുടങ്ങിയവർ, രഞ്ജു പുളിഞ്ചോട് തുടങ്ങിയവരെല്ലാം തന്നെ ഇന്ന് കോൺഗ്രസിനൊപ്പം ചേരുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ പ്രധാനമായും പറയുന്നത് ഒരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് ഇപ്പോൾ NDAയിലേക്ക് ചേരുന്ന കാര്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ചീഫ് കോർഡിനേറ്റർ പ്രഖ്യാപിച്ചത് തങ്ങളോട് ഒരു കൂടിയാലോചനയും നടത്തിയില്ല, ഏകപക്ഷീയമായ തീരുമാനമാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവരെല്ലാവരും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിടുവാനുള്ള സാധ്യത മുഴുവനായും തന്നെ നിലനിൽക്കുന്നു എന്നതെല്ലാമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഇത് 2020 എല്ലാ രീതിയിലുമുള്ള അസ്തമയമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, NDAയിലേക്ക് ചേരുന്നതോടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം ഇനി ഇപ്പോൾ ജനപ്രതിനിധികളടക്കം 2020 പാർട്ടിയിൽ നിന്നുകൊണ്ട്, പാർട്ടിയായാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വിജയിച്ചവരുണ്ട്. പല പഞ്ചായത്തുകൾ, 3 പഞ്ചായത്തുകൾ അവർക്ക് ഭരണം പിടിച്ചെടുക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലുള്ള ജനപ്രതിനിധികൾ പോലും ഇനി 2020 ഒരു ആശയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ എന്താണ് വരും ദിവസത്തെ തീരുമാനങ്ങൾ എന്നത് വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. അപ്പോൾ ഇവരോടെല്ലാം ചർച്ച നടത്തുകയാണെന്ന് KPCC ഉപാധ്യക്ഷനായ VP സജീന്ദ്രൻ, മുൻ MLA പറയുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിൽ കൂടിയാലോചനകളുണ്ടാവും, വരും ദിവസങ്ങളിൽ അത്തരം പ്രഖ്യാപനങ്ങളുണ്ടാവും. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോവുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം CPMലേക്ക് പലരും ചേർന്നിരിക്കുന്നതായി കുന്നത്തുനാട് MLA PV ശ്രീനിജൻ പറയുന്നു. ഏരിയ സെക്രട്ടറി KK ഏലിയാസും പറയുന്നത് നിരവധി പേർ തങ്ങളുടെ CPMലേക്ക് പല പ്രവർത്തകരും ചേരുന്നതായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നത് പറയുന്നു. എന്തായാലും ഇത്തരം ഒരു പ്രഖ്യാപനങ്ങൾ, NDAയിലേക്ക് പോകുക എന്നതടക്കമുള്ള തീരുമാനങ്ങൾ വലിയ രീതിയിലാണ് 2020 പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇത് ഏത് രീതിയിൽ വരും ദിവസങ്ങൾ പ്രതിഫലിക്കുമെന്നതാണ് കാണേണ്ടത്. കാരണം ഒരു വലിയ രീതിയിൽ ജനകീയ അടിത്തറ ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് NDAയിലേക്ക് 2020 ചേക്കേറുന്നത്. പക്ഷേ ഈ ഒരു കൂട്ടരാജിയെല്ലാം തന്നെ 2020 ഇനി എന്താണ് പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പഴയതുപോലെ ഒറ്റ 2020 ഒരു പ്രഭാവം നിലനിർത്തിക്കൊണ്ട് മത്സരിക്കാൻ കഴിയുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.